ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഴകുള്ള ശൂലേമി. ഉത്തമഗീതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ശൂലേമിയെക്കുറിച്ചാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. ഉത്തമഗീതം എന്ന ശീർഷകത്തിൽ എഴുതിയിരിക്കുന്ന അതിമനോഹരമായ ഈ ഗീതം മെഗില്ലോത്ത് എന്നറിയപ്പെടുന്ന ചുരുളുകളിൽ ഏറ്റവും പ്രഥമവും പ്രാധാന്യവും അർഹിക്കുന്നതാണ്. ഈ കൃതിയുടെ രചയിതാവ് ശലോമോനാണെന്ന് പൊതുവിൽ എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ സംഗീത കലയിൽ പ്രഗത്ഭനായിരുന്ന ശലോമോൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ യശസ്സ് നിലനിർത്തുവാൻ വേണ്ടി മറ്റാരോ രചിച്ച പദ്യോപകാരമാണ് ഈ കാവ്യം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. BC 300-നും AD 250-നും മധ്യേയാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടതെന്ന് വേദപണ്ഡിതന്മാർ പൊതുവെ അഭിപ്രായപ്പെടുന്നു. AD 90-ൽ ആണ് ഈ പുസ്തകത്തിന് കാനോനികമായി സ്ഥിരപ്രതിഷ്ഠ ലഭിക്കുന്നത്. അതിനു മുൻപ് മംഗല്യഗാനമായി വെഡ്ഡിംഗ് സോങ് ഈ പുസ്തകം യഹൂദ വിവാഹവേളകളിൽ ഉപയോഗിച്ചിരുന്നു. വസന്തകാലത്തെക്കുറിച്ചുള്ള പരാമർശം ഇതിലുള്ളതിനാൽ വസന്തം തോറും വന്നെത്തുന്ന പെസഹ പെരുന്നാളിൽ ഉത്തമഗീതം വായിക്കുന്ന പതിവ് യഹൂദന്മാർക്കിടയിലുണ്ടായിരുന്നു. സ്നേഹനികേതനായ നായിക ശൂലേമിയും അവളുടെ സ്നേഹഭാജനമായിരുന്ന ഇടയ യുവാവും യെരുശലേമിലെ രാജാവായിരുന്ന ശലോമോനും രാജാവിൻ്റെ അന്തഃപുരത്തിലെ രാജ്ഞിമാരും തോഴിമാരും ആണ് ഈ കാവ്യത്തിലെ കഥാപാത്രങ്ങൾ. മനോജ്ഞമായ കാവ്യരൂപത്തിൽ ഗ്രാമീണ കഥാപാത്രങ്ങളെ ചേർത്ത് നാടോടി കഥകളുടെ ക്രമത്തിൽ രചിച്ചിരിക്കുന്ന സുന്ദര കൃതിയാണ് ഉത്തമഗീതം. ദൈവം എന്ന പദം പ്രയോഗിച്ചിട്ടില്ലാത്ത ബൈബിളിലെ 2 ഗ്രന്ഥങ്ങളാണ് എസ്തേറും ഉത്തമഗീതവും. എസ്തേറിൻ്റെ പുസ്തകത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാൻ കഴിയും. ഉത്തമഗീതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനന്തവും അഗാധവുമായ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഗ്രാമീണ കന്യകയായ ശൂലേമിയെയും ഇടയ യുവാവിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് ഈ ഗാനസമുച്ചയം. കല്ലോലിനികളുടെയും വൃക്ഷലതാദികളുടെയും ശീതളഛായയിൽ സ്വച്ഛന്ദം വിഹരിച്ചിരുന്ന 2 യുവ മിഥുനങ്ങളായിരുന്നു ഇടയ കന്യകയായ ശൂലേമിയും അവളുടെ പ്രാണേശ്വരനായ ഇടയ യുവാവും. അവർ പ്രണയബദ്ധരായിരിക്കെ ശലോമോൻ രാജാവിൻ്റെ ഗമനാഗമനത്തിൽ എവിടെയോ വച്ച് ശൂലേമിയെ കണ്ടുമുട്ടി. കണ്ട മാത്രയിൽ തന്നെ അവളുടെ ഗ്രാമീണ നിഷ്കളങ്കതയിലും അംഗലാവണ്യത്തിലും ആകൃഷ്ടനായിത്തീർന്ന ശലോമോൻ അവളെ തൻ്റെ അന്തഃപുരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. ശൂലേമിയെക്കുറിച്ച് ശലോമോൻ്റെ മനോമുകുരത്തിൽ വിടർന്ന പുഷ്പങ്ങളെല്ലാം ഓരോന്നായി കൊഴിഞ്ഞു വീണു. അവൾ ശലോമോന് വശമതയായില്ല. കൊട്ടാരത്തിലെ രാജ്ഞികളും തോഴിമാരും ശൂലേമിയെ ശലോമോനിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിച്ചു എങ്കിലും വിഫലമായി. ശലോമോൻ രാജാവിനെയോ അന്തഃപുരത്തിലെ സൗഭാഗ്യങ്ങളെയോ അവൾ ഇഷ്ടപ്പെട്ടില്ല. ശൂലേമിയുടെ ഹൃദയം അവളുടെ സ്നേഹധനനായ പ്രിയനോടൊപ്പമായിരുന്നു. തൻ്റെ പ്രിയൻ്റെ സവിധത്തിലെത്തുവാൻ അവൾ വെമ്പൽ കൊണ്ടു. പരിശുദ്ധവും പരിപാവനുമായ യഥാർത്ഥ സ്നേഹം സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും പ്രശസ്തി കൊണ്ടും സ്വന്തമാക്കാമെന്ന് ശലോമോൻ ആഗ്രഹിച്ചത് അബദ്ധമായി എന്ന് അനുഭവം തന്നെ പഠിപ്പിച്ചു. ഈ പെൺകുട്ടിയെ ശൂലേമി എന്ന സൗന്ദര്യ സൗകുമാര്യത്തെ തൻ്റെ പത്നിയാക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ശലോമോൻ അവരെ നിരുപാധികം വിട്ടയച്ചു. വിമോചിതയായ ശൂലേമിക്ക് പ്രാണപ്രിയനെ കാണുവാനുള്ള അവളുടെ ആശാകുസുമം വിടർന്നു. ഗ്രാമീണ സുന്ദരിയായ ശലോമിയും അവളുടെ പ്രേമോദാനകനായ ഇടയച്ചെറുക്കനും സർവസ്വതന്ത്രരായി ലബാനോൻ്റെ വാസനയോടും മൈലാഞ്ചിപ്പൂവിൻ്റെ സുഗന്ധത്തോടും ഷാരോനിലെ പനിനീർ പൂവിൻ്റെ പരിശുദ്ധിയോടും കൂടി ആനന്ദ തുന്നിലരായി ജീവിതം തുടർന്നു. ഇടയ യുവതിയായ ശൂലേമിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവൾ തന്നെയും മറ്റുള്ളവരും വർണ്ണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത്.
കാനന കന്യകയായ സൗന്ദര്യധാമത്തെ കാവ്യരൂപത്തിൽ കടഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെയെന്ന് പ്രസ്താവിക്കുന്നു. ഒന്ന്, കേദാരിയ കൂടാരങ്ങളെ പോലെ അഴകുള്ളവൾ. അവളുടെ അഴകിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കേദാരിയ കൂടാരങ്ങളെ പോലെ അഴകുള്ളവൾ എന്നാണ്. യെരുശലേം പുത്രിമാരെ, ഞാൻ കറുത്തവൾ എങ്കിലും കേദാരിയ കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ തിരശീലകളെ പോലെയും അഴകുള്ളവൾ ആകുന്നു. ഉത്തമഗീതം 1:5. അരമനയിലെത്തിയ ശൂലേമിയെ രാജ്ഞികളും പരിവാരങ്ങളും പരിഹാസഭാവത്തോടെ തുറിച്ചു നോക്കി. അതിൻ്റെ കാരണം അവൾ കറുത്തവളായിരുന്നു. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറിച്ചു നോക്കരുത്. ഉത്തമഗീതം 1:6. പൊതുവെ കറുപ്പ് നിറത്തോടും ആർക്കും അത്ര ഇഷ്ടമില്ല. ശൂലേമി കറുത്തവളാണെങ്കിലും കേദാരിയ കൂടാരങ്ങളെപ്പോലെ അഴകുള്ളവൾ ആകുന്നു എന്ന് അവകാശപ്പെട്ടിരിക്കുന്നു. കേദാരിയ കൂടാരങ്ങളുടെ പ്രത്യേകത എന്താണ്? സാറയുടെ മിശ്രേമ്യ ദാസി ഹാഗാർ അബ്രാഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായേലിൻ്റെ രണ്ടാമത്തെ മകൻ്റെ പേരാണ് കേദാർ. ഇസ്മായേലിൻ്റെ ആദ്യജാതൻ നെബായോത്ത് കേദാർ. ഉൽപ്പത്തി 25:12-15 വരെയുള്ള വാക്യങ്ങൾ. കറുത്ത ആടിൻ്റെ രോമം കൊണ്ട് നിർമ്മിക്കുന്ന കേദാർ വർഗക്കാരുടെ അതിമനോഹരമായ കൂടാരത്തെയാണ് കേദാരിയ കൂടാരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. കേദാർ എന്ന പദത്തിൻ്റെ അർത്ഥവും കറുപ്പ് എന്നാണ്. ശൂലേമിയെ സഭയോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ സഭയുടെ ആന്തരിക സൗന്ദര്യവും സൗരഭ്യവും അനേകരെ ആകർഷിക്കുന്നതായിരിക്കണം. അപ്പോൾ കേദാരിയ കൂടാരങ്ങളെ പോലെ അവൾ ഞാൻ അഴകുള്ളവളാകുന്നു എന്നാണ് അവൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് അഴക് അവൾക്കുണ്ടായിരുന്നു. കേദാരിയ കൂടാരങ്ങളുടെ പ്രത്യേകത ഇവിടെ വിശദീകരിച്ചല്ലോ. കറുത്ത ആടിൻ്റെ രോമം കൊണ്ട് നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ കൂടാരമായിരുന്നു കേദാരിയ കൂടാരങ്ങൾ എന്നുള്ളത്. അതിന് ആ കാലത്ത് വലിയ വില ഉണ്ടായിരുന്നു. അത് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ആ കറുപ്പ് അഴകേറിയതാണ്, മനോഹാരിത നിറഞ്ഞതായിരുന്നു. അപ്പോൾ അവൾ തന്നെ ഈ കൂടാരത്തോടാണ് തന്നെ ഉപമിച്ചിരിക്കുന്നത്. 2, തിരശീലകളെ പോലെ അഴകുള്ളവൾ. ശലോമോൻ്റെ തിരശീലകളെ പോലെയും അഴകുള്ളവൾ ആകുന്നു. ഉത്തമഗീതം 1:5. ശലോമോൻ്റെ രാജധാനിയുടെ ജനലഴികൾ ചന്ദന മരം കൊണ്ടുള്ളതായിരുന്നു. രാജാവ് ചന്ദന മരം കൊണ്ട് രാജധാനിക്ക് അഴികളും ഉണ്ടാക്കി. 2 ദിനവൃത്താന്തങ്ങൾ 9:11. വൈവിധ്യമാർന്ന നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത തിരശീലകളായിരുന്നു അരമനയുടെ ജാലകങ്ങളെ ആവരണം ചെയ്തിരുന്നത്. സായാഹ്നങ്ങളിലെ മന്ദമാരുതൻ ജാലകത്തിലെ ചന്ദന അഴികളിലൂടെ തിരശീലകളെ തഴുകി അകത്തേക്ക് കടക്കുമ്പോൾ ചന്ദനലേപ സുഗന്ധമേറ്റ് ഇളം തെന്നലിൽ ഇളകിയാടുന്ന ശലോമോൻ്റെ ആ തിരശീലകൾ എത്ര ഭംഗിയേറിയവയാണ്! വിസ്മിത നേത്രത്തോടെ മാത്രമേ അതിനെ വീക്ഷിക്കുവാൻ കഴിയൂ. ചന്ദന സുഗന്ധമണിഞ്ഞു ചന്തമായി കിടക്കുന്ന തിരശീല പോലെ ശൂലേമി സർവാംഗ സുന്ദരിയായിരിക്കുന്നു. എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. ഉത്തമഗീതം 4:7. സഭാ അംഗങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഉള്ളവരായിരിക്കണം. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകുന്നു. 2 കൊരിന്ത്യർ 2:15. 3, തിർസ പോലെ അഴകുള്ളവൾ. തിർസ പോലെ അഴകുള്ളവൾ. എൻ്റെ പ്രിയേ, നീ തിർസ പോലെ അഴകുള്ളവൾ, സൗന്ദര്യമുള്ളവൾ ആകുന്നു. യെരുശലേം പോലെ മനോഹര. ഉത്തമഗീതം 6:4. എൻ്റെ പ്രിയേ, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ, യെരുശലേം പോലെ മനോഹര. തിർസ ഒരു സ്ഥലനാമമാണ്. ഈ സ്ഥലത്തിനെ യെരുശലേമിന് തുല്യമായി വടക്കേ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി ചിത്രീകരിച്ചിരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യം, 16-ാം അധ്യായത്തിന് 23-ാം വാക്യം. തിർസ എന്ന വാക്കിൻ്റെ അർത്ഥം ആനന്ദ നഗരം എന്നാണ്. യെരുശലേം പോലെ മനോഹര. യെരുശലേം സർവ്വ സൗന്ദര്യത്തിൻ്റെയും ശിരാകേന്ദ്രമാണ്. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. സങ്കീർത്തനം 50-2-ാം വാക്യം. സമാധാനത്തിൻ്റെ നഗരമായ യെരുശലേം പോലെയും
ആനന്ദത്തിൻ്റെ നഗരമായ തിർസ പോലെയും ശൂലേമി അഴകുള്ളവളാകുന്നു. സഭയോടുള്ള ബന്ധത്തിൽ ഇവ രണ്ടും അവിഭാജ്യ ഘടകമാണ്. അടുത്തതായി ചന്ദ്രനെ പോലെ അഴകുള്ളവൾ. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും ഉള്ളോരിവൾ ആർ. ഉത്തമഗീതം 6:10. ഉഷസ്സിൻ്റെ ശോഭയും പാലൊളി ചന്ദ്രികയുടെ കാന്തിയും സൂര്യൻ്റെ നൈർമല്യവും ഒത്തുചേർന്ന അഴകുള്ള തേജസ്വിനിയാണ് ശൂലേമി. പൊട്ടിവിടരുന്ന പ്രഭാതത്തോടും ഇരുളിനെ പ്രകാശിപ്പിക്കുന്ന ചന്ദ്രനോടും പകലിനെ പ്രഭാപൂരിതമാക്കുന്ന സൂര്യനോടും ശൂലേമിയുടെ സൗന്ദര്യത്തെ ഉപമിച്ചിരിക്കുന്നത് അവളുടെ പരിശുദ്ധിയുടെ പര്യായമായിട്ടാണ്. നീതി സൂര്യനായ യേശു ക്രിസ്തുവിനെ അണിഞ്ഞു നിൽക്കുന്ന ദൈവസഭയുടെ ചിത്രമാണിത്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവിടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. വെളിപ്പാട് 12:1. ശാലീന നിഷ്കളങ്കയായ അഴകുള്ള ശൂലേമിയെ പോലെ സഭാംഗങ്ങൾ ആത്മീയ അഴകുള്ളവരായിരിക്കട്ടെ. അപ്പോൾ അഴകുള്ള ശൂലേമിയെക്കുറിച്ച് ഉത്തമഗീതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ശൂലേമിയുടെ അഴകിനെക്കുറിച്ചാണ് നാം അതിൻ്റെ അക്ഷരാർത്ഥത്തിലും ആത്മീയ അർത്ഥത്തിലും ചിന്തിച്ചത്. പ്രഭാഷണം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സഭ അഴകുള്ള ശൂലേമിക്ക് സാദൃശ്യമാണ്. ദൈവസഭ അംഗങ്ങൾ അഴകുള്ളവരായി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന ആത്മീയ ആന്തരിക അഴകുള്ളവരായി ഈ ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി പവിത്രതയോടെ, നിഷ്കളങ്കതയോടെ, പരിശുദ്ധിയോടെ ജീവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.